ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ബേക്കിംഗ് വീഡിയോ ആണ്. കുറേ നാളായി ഞങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് വാങ്ങിച്ചിട്ട്, പക്ഷെ ആരും അത് ഉപയോഗിക്കാറില്ല. ചൂടാക്കാനും ഡീഫ്രോസ്റ്റ് ചെയ്യാനേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം അമ്മ എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത് നിങ്ങൾ എന്താ കേക്ക് ഉണ്ടാക്കാത്ത കാരണം ഞാൻ ഒരു പ്രാവശ്യം ബ്രൗണി ഉണ്ടാക്കിയത് കുളമായിപ്പോയി. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഈ പ്രാവശ്യം ഫുൾ എക്യുപ്മെൻറ്റ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഐ തോട്ട് ഓഫ് മേക്കിംഗ് മാത്യൂസ് കേക്ക്. കാരണം ഇതുവരെ മാത്യൂസ് കേക്ക് കഴിച്ചിട്ടില്ല. ഞാൻ ഇനി ട്രിവാൻഡ്രം വരെ പോയി മാത്യൂസ് കേക്ക് കഴിക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് ഐ തോട്ട് ഓഫ് മേക്കിംഗ് ഇറ്റ്. ഞാൻ അതിൻ്റെ കുറേ കറക്റ്റ് റെസിപ്പി അല്ല, വീഡിയോസ് എല്ലാം റെഫർ ചെയ്തിട്ട് അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കുറച്ച് എന്താ പറയുക മെഷറിങ് കപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ പക്ക ആയിട്ട് ഉണ്ടാക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പക്ക ആയിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ടാണ് കുളമായിപ്പോയത്. സോ മെഷറിങ് കപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ബേക്കിംഗ് മോൾഡ്. ഞാൻ ചാറ്റ്ജിപിറ്റിയോടൊക്കെ ചോദിച്ചപ്പോൾ ഇത് നമുക്ക് മൈക്രോവേവ് സേഫ് ആണെന്നാണ് പറയുന്നത്. സോ ഞാൻ വലുതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ചെറുതാണ് വന്നത്. ഫൈൻ, നമുക്ക് സ്റ്റാർട്ടിങ്ങല്ലേ ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ബട്ടറും ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. വിസ്കി എന്ന സാധനം. ആൻഡ് വൺ ബട്ടർ പേപ്പർ വാങ്ങിച്ചു. ആൻഡ് ഇതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ബേക്കിംഗ് പൗഡർ, കോക്കോ പൗഡർ, ഇത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, വാനില എക്സ്ട്രാക്ട്, I don't know why did I order 2 baking soda. 2 ബേക്കിംഗ് സോഡ എന്നാണ് ഓർഡർ ചെയ്ത് പോയി. ഫൈൻ. പിന്നെ ബട്ടർ, പിന്നെ ഇതിനകത്ത് വേണ്ടത് മുട്ട, ഷുഗർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അതെല്ലാം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെജിറ്റബിൾ ഓയിൽ, കോഫി പൗഡർ, പിന്നെന്താ അത്രയൊക്കെ ഉള്ളു. ഫ്ലോർ, മൈദ, അത്ര കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ബേക്കിങ്ങിലേക്ക് പോവാം. സോ ഗൈസ്, ഫസ്റ്റ് മൈക്രോവേവ് യൂസ് ചെയ്തിട്ട് കുറേ നാളായി. അതിൻ്റെ എന്താ പറയുക, ഈ ഗ്രില്ല് ചെയ്യുന്നതും ഒക്കെ എടുത്ത് തുടച്ച് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പഞ്ചസാര പൊടിക്കണം. ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടില്ല. ഞാൻ മറ്റേ പൗഡേർഡ് പഞ്ചസാര കിട്ടുമോ എന്ന് നോക്കി, പക്ഷെ കിട്ടിയില്ല. എനിക്ക് എത്ര ഗ്രാം വേണം എന്നൊന്നും അറിയത്തില്ല. ഒരു കണക്കിൽ ഇതിന് 1 കപ്പ് എന്ന രീതിയിലാണ് ഞാൻ പൊടിക്കാൻ പോകുന്നത്. പൊടിച്ചതിന് ശേഷം നമുക്ക് അളന്നിട്ടെടുക്കാം. ഞാൻ പൊടിച്ചിട്ട് വരട്ടെ കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പഞ്ചസാര പൊടിച്ചിട്ട്. നമുക്ക് ബേക്കിങ്ങിലേക്ക് പോകാം. സോ ഗൈസ്, എല്ലാം അൺഫിൽറ്റേർഡ് വീഡിയോ ആണ്. അപ്പം ഈ ഒരു മറ്റേ എസ്തെറ്റിക്കലി ഒന്നും ആ സാധനം എടുത്തിട്ടല്ല, ഒരു പ്രോപ്പർ ഒരു നോർമൽ ബേക്കിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, this is 1 കപ്പ് മൈദ ഇടാൻ പോവാണ്.
ഇവിടെ മെഷർമെൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 1 കപ്പ് മൈദ. 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കൊക്കോ പൗഡറിന് എത്രയും നോക്കണം. സോ ഗൈസ്, ഫസ്റ്റ്ലി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് ഓഫ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓഫ് പഞ്ചസാരയാണ് ഇടുന്നത്. ഞാനിവിടെ 1 കപ്പ് ഒന്ന് മെഷർ ചെയ്യട്ടെ. ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം മെഷർ ചെയ്യുന്നത്. അതൊരു 1 കപ്പ് ഇട്ടു. ഇനി നമുക്ക് എന്തായാലും പറയുന്നത് കൊക്കോ പൗഡർ എന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. എനിക്ക് 3 മണിക്കാണെങ്കിൽ ആക്ച്വലി ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇപ്പോൾ 2 മണിയായി. അതാണ് ഞാനിങ്ങനെ ധൃതി പിടിച്ചെല്ലാം ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി അമ്മയായിട്ടൊരു യുദ്ധം കഴിഞ്ഞിട്ടിരിക്കുക. അമ്മയാണ് എനിക്ക് എന്ത് ചെയ്താൽ കിച്ചൺ തരുന്നില്ല. സോ കൊക്കോ പൗഡർ ഒരു ബീറ്റ് കേട്ടോ, 1/2 കപ്പ്. സോ ദിസ് ഈസ് 1/2 കപ്പ് കൊക്കോ പൗഡർ. 1/2 കപ്പ് ഇടാണ്. ആൻഡ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം നമുക്ക് ചടപടയെ ടീസ്പൂൺ. ഇത് 1/4 ടീസ്പൂണാണ്. ഇത് 1 ടീസ്പൂണ്. ഇത് 1 ടേബിൾ സ്പൂണ്. സോ ദിസ് ഈസ് 1/2 ടീസ്പൂണ്. അപ്പോൾ ബേക്കിംഗ് സോഡ മാറ്റി വെച്ച് ചെയ്യാനകത്ത് വീണ് പോയാലോ. എനിക്കറിയായിരുന്നു വീഴുമെന്ന്. ദിസ് ഈസ് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ആൻഡ് ദിസ് ഈസ് ബേക്കിംഗ് പൗഡർ. ഇത് ഓൾറെഡി ലീക്കായിട്ടിരിക്കുകയാണ്. വൺ ടീസ്പൂണാണ് പറഞ്ഞേക്കുന്നത്. സോ യു ക്യാൻ ടേക്ക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പഞ്ചസാര കുറച്ച് എന്താ പറയുക, ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഇനി അതിന് വല്ല കുഴപ്പം വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത്ര പ്രൊഫഷണലി അന്ന് ഇത്ര വൃത്തിയായിട്ടും ഉണ്ടാക്കുന്നത്. കണ്ട മെസ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഫോൺ മാറ്റിയിട്ട് ഞാൻ പോയിട്ട് നോക്കും കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 2 മണിയായി. ഞാൻ അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ വീഡിയോ പോയിട്ട്. സോൾട്ട് ടു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കൊരു 1/4 എനിക്ക് തുമ്മാൻ വരുന്ന ഈ പൊടികളെല്ലാം അടിച്ചിട്ട് 1/4 ഇട്ട് കൊടുക്കാം. സോൾട്ട് ടു ടേസ്റ്റ്. സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ എന്നെ ഭയങ്കര സെപ്പറേറ്റ് ആക്കാൻ പറ്റും ആക്ച്വലി. നീ മേൽ ഡിസ്റ്റർബ് ആവണം. സോൾട്ട് ടു ടേസ്റ്റ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇച്ചിരിയും കൂടി ഇടാം. മിക്സ്. ഇതിലേക്ക് നമുക്കൊരു 1 എഗ് ഇടാം. 1 എഗ്ഗിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. 1 എഗ്. ദെൻ ഇതിലേക്ക്
1/2 കപ്പ് പാല്, ഇതാണ് 1/2 കപ്പ് മെഷർമെൻറ്റ്. 1/2 കപ്പ് പാല്. ഓ മൈ ഗോഡ്, പാല് കട്ട ഉണ്ടായിരുന്നു. സീനില്ല. 1/2 കപ്പ് പാല്. ദെൻ ഇതിലേക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഞാനിവിടെ പാം ഓയിലാണ് കേട്ടോ എടുക്കുന്നത് വെജിറ്റബിൾ ഓയിലായിട്ട്. പാം ഓയിലാണ് എടുക്കുന്നത്. ഒരു മിനിറ്റ്. ഇത് നമ്മൾ ഹോട്ട് വാട്ടറും കോഫിയാണ് ഇടേണ്ടത്. കോഫിയിൽ ഞാൻ ഹോട്ട് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു 1/2 കപ്പാണ് ചേർക്കേണ്ടത്. സോ ഇത്രയും സാധനം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ലുക്ക്, നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി പോയതിൻ്റെ പ്രശ്നമായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ മിക്സ് ചെയ്യുന്നത്? അയ്യോ, വേർത്ത് ഫുള്ള്. നിങ്ങൾക്ക് എൻ്റെ പ്യുവർ നാച്ചുറൽ വീഡിയോ ഇഷ്ടമെന്ന് എനിക്കറിയാം. സോ ദാറ്റ്സ് ദാറ്റ്. ലൂസി അപ്പുറത്ത് നിൽപ്പുണ്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, കൂട്ടുന്ന പുറത്തിറങ്ങി. സോ അത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമ്മളിതിലേക്ക് കുറച്ച് വാനില എക്സ്ട്രാക്റ്റ് കൂടി ആഡ് ചെയ്യണം. കുറച്ച് ആഡ് ചെയ്താൽ മതി. പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, തുറന്നിട്ട് ഫുള്ള് വീണ് പോയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കുന്നത്, ഒരു 1 ടീസ്പൂൺ എന്നുള്ള അളവിൽ. നല്ലോണം ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ അവൻ്റെ ടെമ്പറേച്ചർ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ പ്രീഹീറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല എന്താകുമെന്ന്. നമുക്ക് നോക്കാം. ഞാനിപ്പം കൺവെൻഷൻ മോഡ് ഇട്ടിട്ട് അതിൽ 140 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കേക്ക് എടുത്തിട്ട് വരാം. പക്ഷേ കേക്ക് എടുത്ത് മോൾഡിലേക്ക് ഇടാം. ഞാൻ എന്തൊക്കെയാണ് ഈ വെപ്രകളം കൊണ്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. സോ നമ്മളിവിടെ ബാറ്റർ നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സിസേഴ്സും കാണാനില്ലേ? സിസേഴ്സ് ഇവിടെ ഇരിക്കും. ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഞാനിങ്ങനെ കട്ട് ചെയ്യും. വെയിറ്റ്, ഓക്കെ, ഐഡിയ. ഇങ്ങനെ വെച്ചിട്ട്
ഒരു ഊഹത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാം. ഞാനേ അതിന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങ് ഓക്കെ ഇവിടെ ബട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു കുറച്ച് നമ്മൾ ആ ഓയിലൊന്ന് ഇട്ടില്ലായിരുന്നു. ബട്ടർ ഇടുന്നതായിരിക്കും ബട്ടർ, പക്ഷെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതൊന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ആക്ച്വലി പാത്രം ചെറുതും ക്വാണ്ടിറ്റി കൂടുതലും ആയിപ്പോയി. സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്. ബാക്കി കുറച്ചുണ്ട്, അത് നമുക്ക് തിന്ന് തീർക്കാം. സോ നമുക്ക് വേഗം കൊണ്ട് അവനിൽ വെക്കാം. ഞാൻ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെക്കട്ടെ. ആക്ച്വലി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കറങ്ങുന്നുണ്ട്. ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ. ഞാൻ വെച്ചാൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മുകളിലേക്കുള്ള ഫ്രോസ്റ്റ് റെഡിയാക്കാം. കണ്ട ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ മെസ്സാണത്. മീൻവൈൽ ലൂസി എൻ്റെ എന്തായെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആഹാ, ഇവിടെ ആരാ ഇത് വൃത്തിയേടാക്കിയേ? കുഞ്ഞാനോ, കുഞ്ഞു പാപ്പ കശുവാണോ? ഞാനിത് വേഗം ഷടപടി എന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഇല്ല, അവിടെ നിൽക്ക്. Guys, ഇനി 3 minutes to go. അയ്യോ, രാവിലെ തുടങ്ങിയ തുമ്മല. അപ്പോൾ 3 മിനിറ്റും കൂടെ ഉണ്ട്. എനിക്കാണെങ്കിൽ സ്ട്രെസ്സായിട്ട് വയ്യ. അപ്പോൾ ഞാൻ അമ്മടുത്ത് പറഞ്ഞ് നിർത്തിയിട്ട് നമുക്ക് നോക്കിയാലോ എന്ന്. അപ്പം പറഞ്ഞു, നിനക്ക് വല്ല പ്രാന്തും ഉണ്ട്, ഇത്രയും നേരം വെയിറ്റ് ചെയ്യും, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തട്ടെ. ഇതുവരെ കരിയുന്ന മണമൊന്നും വന്നില്ല. എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇനി അത് സെറ്റ് ആയില്ലേന്നാണ്, വെള്ളം പോലെ തന്നെ ഇരിക്കുവാണോ എന്നാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി
പോയത് സെറ്റായി. എല്ലാത്തിനും അളവും കാര്യങ്ങളും സെറ്റായെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ എന്നാലും ഒരു കുലുക്കമുണ്ട് ആൾക്ക്. ഒരു ഇരിക്കണം. ഇല്ല, ആയിട്ടില്ല. സെറ്റാവട്ടെ. പക്ഷെ ഒരു ചെറിയൊരു കയ്പുണ്ട് വെച്ചുകഴിഞ്ഞാൽ ഒരു നല്ലൊരു കയ്പാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പോൾ മാത്യൂസ് കേക്കിന് ഒരു കയ്പുണ്ട് എന്നാണ്. അറിയില്ല, ഇപ്പം 10 more minutes വെച്ചിട്ടുണ്ട്. കാരണം പാത്രം ചെറുതായോണ്ടേ ഇച്ചിരി കൂടി സെറ്റ് ആവാൻ ടൈം എടുക്കും. എപ്പോഴും കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസിയാണ്, നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മേബി കുളിച്ചിട്ട് വരട്ടെ. കേക്കിന് കുറച്ച് ബ്രേക്ക് വന്നു, കാരണം എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോകേണ്ടി വന്നു. അതിനുശേഷം ഞാൻ മൈക്രോവേവിനകത്ത് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് പോയത്, കേക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫുള്ള് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഞാൻ ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ്, സെറ്റായി, സീനായി. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കേക്ക് സെറ്റായി വരുന്നത്. ഇനി ഇതിപ്പം മറിച്ചിടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, നോക്കാം. സോ നമുക്കിതെടുത്ത് ഇതിനകത്തേക്ക് തട്ടിയിട്ട് വരുന്നില്ല. സൈഡൊക്കെ ഒന്ന് പതുക്കെ ഇളക്കി ഗൈസ്, പെർഫെക്റ്റ്. പക്ഷെ മാത്യൂസ് കേക്ക് സ്ക്വയർ റെക്റ്റാങ്കിൾ ആണ്. പക്ഷെ ഇത് എന്താ പറയുക, ചേച്ചോ പെർഫെക്റ്റ് കേക്ക്. ഇനി നമുക്കിനി ഫ്രോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം കേട്ടോ. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഇനി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കേക്ക് വേണമെന്നോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കണ്ടോ ഗൈസ്, സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്രോസ്റ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കാം. ഇതിലേക്ക് ഇനി ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രോസ്റ്റ് ഐസിങ്ങോ എന്തോ പറയുമല്ലോ അതിന് വേണ്ടിയിട്ട്, ബട്ടറാണ്. 100 grams ഓഫ് ബട്ടറാണ് ഞാൻ എടുക്കുന്നത്. ഗൈസ്, 180 ഡിഗ്രിയിൽ 40 minutes വെച്ചിട്ട് ഒരു 1 to 3 hours അങ്ങനെ തന്നെ മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ സാധനം ഇതുപോലെ സെറ്റായിട്ട് വരും. സോ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇത് മെൽറ്റായി വരാൻ ടൈം എടുക്കും. ഞാൻ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഗൈസ്, ബട്ടർ മെൽറ്റാക്കിയപ്പം കുറച്ചധികം മെൽറ്റായിപ്പോയി. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കണം എന്നാണ് തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് ഫാനിട്ട് റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. 1/3 കപ്പ് ഓഫ് പൗഡേർഡ് ഷുഗറാണ് എടുക്കേണ്ടത്. എൻ്റെ പൗഡേർഡ് ഷുഗർ കട്ടയായിപ്പോയി. കുഴപ്പമില്ല, കൈ കൊണ്ട് തന്നെ എടുക്കാം. നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാനിത് കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കുന്ന ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ഇതിലേക്ക് ഈ ബട്ടർ ഇട്ട് കൊടുക്കാം. ദിസ് ഈസ് 100 grams ഓഫ് ബട്ടറാണ്. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, നോക്കട്ടെ. കുറേ നേരം ഇത് മിക്സ് ചെയ്യേണ്ടി വരും, ഒരു ക്രീം കൺസിസ്റ്റൻസി വരാൻ വേണ്ടി. 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടി ഇടാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ബട്ടറില്ലേ ഭയങ്കരമായിട്ട് ഞാൻ അറിയാണ്ട് മെൽറ്റാക്കിപ്പോയി. കണ്ടോ ഇങ്ങനെ വെള്ളം പോലെ ആവുന്നത്. കാണിച്ചു തരാം. കണ്ടോ ഒന്ന് സോർട്ട് ചെയ്തെടുക്കട്ടെ. ഇളക്കി ഞാൻ എന്താ ഈ ഒരു പരുവാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി അതായത് ഒരു പൊടിക്ക് കൂടി ഞാൻ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല, ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കാം എന്ന്. മാത്യൂസ് കേക്ക് പോലെ തന്നെ. ഞാൻ കത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ മറ്റേ ഫാഷനബിൾ നൈഫൊന്നും ഇല്ല, സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന നൈഫുള്ളൂ. ഒരു മിനിറ്റ്. ഓക്കെ, എനിക്കൊന്ന് കട്ട് ചെയ്യാവേ. ഇത് തൊട്ടുമ്പം ഇളകി പോകുന്നുണ്ട്. കുറച്ചുകൂടി ഹീറ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. താഴത്തെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റട്ടെ. സോ ഇതാണ്. ഇതിലേക്ക് നമുക്കിനി ഇതൊന്ന് ഇട്ട് സെറ്റാക്കി കൊടുക്കാം. എൻ്റെ മാത്യൂസ് കേക്ക് ഷേപ്പിലൊന്നുമല്ല വന്നത്, ബട്ട് ടേസ്റ്റ് അപാരമാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പൊക്കി പറയല്ല. നമുക്കിനി ഇത് ഇങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് ഫുള്ളിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റും. കാരണം ഈ ഫ്രോസ്റ്റിംഗ് ഒന്നും ഞാൻ അത്ര പെർഫെക്ഷനിസ്റ്റ് അല്ല. സോ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 1 hour കഴിയുമ്പോൾ കാണാം. ബാക്കി വന്ന ഈ ഫ്രോസ്റ്റിംഗ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഈ എഡ്ജ് കട്ട് ചെയ്ത കേക്കില്ലേ അതിലേക്ക് ഇട്ടൊന്ന്